ഹാപ്പി ഓണം. എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. കഴിഞ്ഞ വട്ടത്തെ ഓണം ഇന്നലെ കഴിഞ്ഞ ഓണം ഉണ്ട് എനിക്ക്. അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം യു എയിലായിരിക്കും എന്നുള്ളത്. അപ്പം എനിക്ക് ഇങ്ങനത്തതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഇതൊരു മെമ്മറി ആണല്ലോ. നമ്മൾ ആദ്യത്തെ ഓണം യു എയിൽ എന്ന് പറയുമ്പോൾ എന്നും അത് നമ്മൾ മെമ്മറി ആയിട്ട് ഓർത്ത് വെക്കുന്നതാണല്ലോ. നാളെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പം നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം. ഇന്ന് തന്നെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയും വെക്കണം, കുറച്ചൊക്കെ അരിഞ്ഞ് വെക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പം നൈനും വാങ്ങിയ പൂവൊക്കെ എടുത്തൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഇന്നലെ ഞങ്ങൾ വാങ്ങിയതാണ് ഈ ഒരു കൃഷ്ണ തുളസി. അപ്പം ഞാനില്ലേ ആദ്യമായിട്ടാണ് ഒരു ചെടി വാങ്ങുന്നത്. ഇനി വീട്ടിലാവുമ്പോൾ അമ്മയാണ് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയൊരു പ്ലാന്റാണിത്. പിന്നെ നൈനു നാളെ ഗസ്റ്റ് വരും, അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ വീഡിയോ അല്ല, ഇതൊരു വലിയ വീഡിയോ ആയിട്ട് ഇടാനുള്ളൊരു വ്ളോഗ് തന്നെയായിരുന്നു അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനതിനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അവിടെ ആക്കിയതാണ്. ഡ്രോയിങ്സും കിട്ടും, എന്ത് ഡ്രോയിങ്സും കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ചോക്കോ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇങ്ങനെ കിട്ടും. ഓൾമോസ്റ്റ് ഒരു മഷ്റൂം. നാളത്തെ സദ്യയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് കൊണ്ടുവച്ചതാണ്. ഇത് സത്യം പറഞ്ഞാൽ എടുത്തു വെക്കാൻ വരെ എനിക്ക് മടിയുണ്ട്. എന്നാലും ഇപ്പോൾ തുടങ്ങിയാലേ നമുക്കത് സ്മൂത്തായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മെല്ലെ റിലാക്സ് ചെയ്ത് TV ഒക്കെ കണ്ടിട്ടാണ് അരിയാന്ന് വിചാരിച്ചു. അങ്ങനെ നാളത്തേക്കുള്ളൊരു ചെറിയ മെനു സെറ്റ് ചെയ്തു. അപ്പോൾ അവിയൽ, ഓലൻ, സാമ്പാർ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണല്ലോ. ഇതൊന്നും നമുക്ക് ഇല്ലാണ്ടൊരു സദ്യ ഇല്ലല്ലോ. അപ്പോൾ അവിയൽ, ഓലൻ, കാളൻ എന്തായാലും ഉണ്ട്. കൂടാതെ പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറിയും ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഉപ്പേരിയും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്ലാനിങ്ങിലുള്ളത്. അതിന് വേണ്ട പച്ചക്കറികൾ അരിയുക. ഞാനിപ്പം അവിയലും ഓലനും ഓലൻ നാളെ ഉണ്ടാക്കുന്നത് മമ്പയർ വെള്ളത്തിലിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ മമ്പയർ ഇട്ടിട്ടുള്ള ഓലൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി സാമ്പാറും അവിയലും കാളനും പൈനാപ്പിൾ പച്ചടിയൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാനുള്ളൊരു പ്ലാനിലാണ്. അരിഞ്ഞ പച്ചക്കറികളൊക്കെ ഞാൻ എല്ലാം അടുപ്പത്ത് വേഗം ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ അതിൻ്റെ അരപ്പുകളും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു റെസിപ്പികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് ഇതിലൊരു റെസിപ്പി ആയിട്ട് കാണിക്കാത്തത്. എല്ലാത്തിൻ്റെയും റെസിപ്പി പൈനാപ്പിൾ പച്ചടി ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ റെസിപ്പി വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ എല്ലാ വട്ടം അവിയലുണ്ടാക്കുമ്പോൾ എൻ്റെ കഷ്ണം മൊത്തം ഉടഞ്ഞ് അതൊരു കറിയായി മാറാറുണ്ട്. അപ്പോൾ ഈ വട്ടം ഞാൻ വളരെ നോക്കിയും കണ്ടുമാണ് അവിയലുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞാൻ സദ്യയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും അവിയലിൻ്റെ കഷ്ണം ഉടയും. അപ്പോൾ ഈ വട്ടം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നിലും എണ്ണ ഒഴിക്കുന്നില്ല, വറുത്തിടുന്നുമില്ല. അതൊക്കെ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ടേസ്റ്റ് മാറുമോ എന്നൊരു സംശയം. അവിയലും അങ്ങനെ റെഡിയായി. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ധൃതി പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് തന്നെ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇരട്ടിപ്പണി കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് തന്നെ അതിലത്തെ വെള്ളം മൊത്തം അവിടെ ചിന്തിയിട്ട് അതൊരു വലിയ പണിയായിട്ട് കുറേ ടൈം എടുത്തു അത് തുടച്ച് ശരിയാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾക്ക് കഴിക്കാൻ അകിൽ ചാട്ടൊക്കെ ഉണ്ടാക്കി. അപ്പം ഞങ്ങൾക്കൊക്കെ അത് ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു, എനിക്കും മോനാണെങ്കിൽ ചെറിയ പനീൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ അമ്മ സദ്യയൊന്നും തലേന്ന് ഉണ്ടാക്കില്ല. അമ്മ എല്ലാം രാവിലെ എഴുന്നേറ്റിട്ടാണ് എല്ലാം റെഡിയാക്കാറുള്ളത്. പക്ഷേ എനിക്ക് എന്തോ രാവിലെ ചിലപ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോവും. അതിപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസമില്ല ആ കാര്യത്തിൽ. ചിലപ്പോൾ എൻ്റെ നിന്ന് ഉറങ്ങിപ്പോയാൽ ഞാൻ ചിലപ്പോൾ നീറ്റിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും സദ്യ കഴിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഒരു സേഫർ സൈഡിൽ നിൽക്കാനാണ് ഞാൻ എപ്പോഴും തലേന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാക്സിമം സാധനം ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചു, സാമ്പാറിനുള്ളത് വറുത്തും വെച്ചു. ഇനി അരച്ച് ഒഴിച്ചാൽ മതി. ഇതും അതെ, ഞാൻ വറുത്തിടുന്നില്ല, അതെല്ലാം പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം പൂക്കളിടാനും അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അവർ ഇന്ന് തന്നെ പൂവിട്ട് വെക്കാമെന്ന് പറഞ്ഞു. കാരണം ഇതേപോലെ തന്നെ രാവിലെ ഇവരും എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റാവും. പിന്നെ പൂവിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടാവും. അതിനേക്കാൾ നല്ലത് ഇന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പൂക്കളൊക്കെ റെഡിയാക്കി. പിന്നെ സാമ്പാറും അവിയലും
കാളനും അതേപോലെ പൈനാപ്പിൾ പച്ചടിയും റെഡിയായി. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ഇന്നലെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുണ്ട്. അപ്പോൾ രാത്രി ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ഉണ്ട്. അങ്ങനെ അഖിലിൻ്റെ വകയാണ് പൂക്കളം. ബാക്കി ഹെൽപ്പേഴ്സായിട്ടാണ് മക്കളും നിൽക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എൻ്റെ മൈൻഡിൽ മൊത്തം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആവുമല്ലോ. എനിക്ക് രാവിലെ എപ്പോഴും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നതും കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നതുമാണ് ഇഷ്ടം. അങ്ങനെ തലേ ദിവസം രാത്രി തന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലെ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടാക്കാനുണ്ട്. അഖിലൻ എന്നെക്കാൾ നേരത്തെ എഴുന്നേറ്റിരുന്ന് ടി വി കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് മോനെ ഒന്ന് പോയി നോക്കി. അവന് രാത്രിയൊക്കെ ഉറങ്ങാൻ കുറച്ചിങ്ങനെ എഴുന്നേറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി. നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ദിവസത്തിലൊരു പനി ഒക്കെ ആകുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. അങ്ങനെ ഞാൻ രാവിലെ ഓലൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഓലനും രസവും ഉണ്ടാക്കുന്നുണ്ട്. അഖിൽ കൂട്ടുകറിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ വേഗം കഴിച്ചു. വേഗം കുക്കിങ്ങൊക്കെ തീർത്തു. പിന്നെ ഡ്രസ്സ് മാറ്റി. അപ്പോഴത്തേക്കും നമ്മളെ ഗസ്റ്റൊക്കെ ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ വരുന്നതിന് മുന്നേ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അഖിൽ പിന്നെ എല്ലാം മെല്ലെയാണ് തുടങ്ങുക. അപ്പോൾ ഇപ്പോഴാണ് അഖിൽ കൂട്ടുകറി ഉണ്ടാക്കാനുള്ളത് കാര്യങ്ങളേ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ തന്നെ വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വിളിച്ചു. എല്ലാവരെയും ഹാപ്പി ഓണം വിഷ് ചെയ്തു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഓണമാണ്. അപ്പം ഇന്നലെ ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു. ഞാൻ പോയിട്ടു ഇപ്പം എല്ലാം ഓണം ഇവിടെ നല്ല ഗ്ലൂ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് ഈ ബെഡ്റൂമിൽ. ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് വരും നോക്കാം. ഈ മെസ്സിനെസ് നോക്കണം. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് നോക്കിയപ്പോഴാണ് കേട്ടോ വളർന്നു വരുന്ന വ്ളോഗർമാരുടെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ഗാലറിയിൽ കണ്ടത്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാടുണ്ടായിരുന്നു. അതിന് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടത്. അപ്പം അങ്ങനെ പായസം കൂടി അടുപ്പത്തേക്ക് ആക്കിട്ടോ. അതും കൂടി ആയപ്പോൾ നമ്മളുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. രസം, ഓലൻ, അങ്ങനെ എനിക്ക് മമ്പയറിൻ്റെ ഓലൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓലനും കാളനും പൈനാപ്പിൾ പച്ചടിയും അതേപോലെ കൂട്ടുകറി, പിന്നെ അവിയൽ, പിന്നെ സാമ്പാറാണ് താഴെയുള്ള. അങ്ങനെ അതും റെഡിയായി. പിന്നെ പപ്പടമൊക്കെ കാച്ചി. അങ്ങനെ മെയിൻ എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് എടുത്തു. കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചിരുന്നു. ഇതിന് മുന്നേയും ഞാനൊരു ഫുൾ സദ്യ ഒരുപാട് വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും മെമ്പേഴ്സിനുള്ളൊരു സദ്യ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ, കുറേ ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കുക. അതും നമ്മൾ ഇത്രയും നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ഡേയിൽ. മക്കളായിരുന്നു കൂടുതൽ ഹാപ്പി. കുട്ടികളെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം സദ്യയൊക്കെ വിളമ്പി നല്ല ഓണസദ്യ കഴിച്ചു. എന്നും മെമ്മറിയിൽ നിൽക്കുന്ന നല്ലൊരു ഓണമായിരുന്നു UAEയിലെ ഫസ്റ്റ് ഓണം എന്ന് പറയുന്നത്. നല്ലൊരു ഓണസദ്യ ഉണ്ടാക്കി അതെല്ലാവർക്കും വിളമ്പി കൊടുത്ത് എല്ലാവരുടെയും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ UAEയിലുള്ള ഞങ്ങൾ ആദ്യത്തെ ഓണം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എന്നത്തെയും പോലെ എന്ത് പരിപാടി വീട്ടിൽ നടത്തുകയാണെങ്കിലും ഇപ്പം ഇവരെ രണ്ടുപേരെ ഡാൻസോട് കൂടിയിട്ടാണത് നിൽക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഫൈനലി അവരുടെ ഒരു ഡാൻസും കഴിഞ്ഞ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞു.
ഇപ്പോൾ അവസാനമായിട്ട് ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നങ്ങ് പോയി കിടന്നപ്പോൾ കിട്ടിയൊരു സുഖം ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.